കടയിലുള്ള ചട്ട്പട്ട് മിഠായി വീട്ടിലുണ്ടാക്കിയാലോ? നല്ല രുചിയുള്ള മാങ്ങ കൊണ്ടുള്ള മിഠായിയാണിത്. ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മിഠായിയാണ്. കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചട്ട്പട്ട് മിഠായി അതേ ടേസ്റ്റിൽ മാങ്ങ കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2-3 മാങ്ങ ഞാൻ ചെറിയതായതുകൊണ്ട് 3 എടുത്തിട്ട് അതിൽ നിന്നാണ് ഈ മിഠായി തയ്യാറാക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2 തന്നെ മതിയാകും. അപ്പോൾ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. എന്നിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത മാങ്ങ മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഞാൻ 3 ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മൂത്തതാണ്, ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്, പക്ഷെ നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, അപ്പോഴേ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഹോളുള്ള അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ആ നീര് മാത്രമായിട്ട് കിട്ടുള്ളൂ. കുറച്ച് വലിയ ഹോളുള്ളതാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലഷും കൂടെ പെടും. അപ്പോൾ അത് പെടുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ദാ ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ഗ്ലാസ് നിറയെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രം വെള്ളമുള്ളൂ, ബാക്കിയുള്ള ഭാഗം കണ്ടില്ലേ, അതിൻ്റെ ആ ഫ്ലഷുള്ള ഭാഗം അടിയിലിങ്ങനെ ഊറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം ഒരു നൂൽ പരുവാവണം, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയാൽ ഒരു നൂലിൻ്റെ പരുവത്തിൽ ആയി കിട്ടുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതുവരെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദാ ഇത് ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു നൂല് പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയി കിട്ടണം. അപ്പോൾ അതുവരെ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഈ വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ താഴെയുള്ള ഊറിയ ആ ഭാഗം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കരുത്. അതിൻ്റെ ഈ വെള്ളം മാത്രം, ഈ വെള്ളം തന്നെ നല്ല പുളിയുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ചട്ട്പട്ട് മിഠായിക്ക് കുറച്ച് എരിവും പുളിയും പിന്നെ അതേപോലെ തന്നെ ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതും കൂടെ നന്നായിട്ട് തിളച്ച് ഒരു നൂൽ പരുവാവണം, അതുവരെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ ഈ ഗ്രീൻ കളർ കിട്ടൂല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഈ കളറ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഗ്രീൻ കളറ് കുറച്ചും കൂടെ ഒന്ന് ലൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഇത് ഏകദേശമൊക്കെ തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഇതും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു നൂൽ പരുവമായിട്ടുണ്ടോ എന്നുള്ളത്.
ഇനി കൈകൊണ്ട് തൊട്ട് നോക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഉറ്റിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കിന് ആ മുട്ടായിയുടെ പരുവമായി എന്നർത്ഥം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ട് ചെറുതായിട്ട് ആവണുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ പത വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് കയ്യിൽ വിരലിലാക്കി നോക്കുകയാണ്. ഇപ്പോൾ ദാ കണ്ടില്ലേ, ഇതിങ്ങനെ നല്ലൊരു നൂല് പോലെ വലിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് ആ മിഠായി നല്ല റെഡിയായി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദാ ശരിക്കും നൂലായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഏത് മോൾഡിലേക്കാണോ ഒഴിച്ച് കൊടുക്കേണ്ടത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ദാ ഇതുപോലെയുള്ള കുറേ മോൾഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ചോക്ലേറ്റിൻ്റെ ഒക്കെ മോൾഡാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം ആവുമ്പോൾ തന്നെ നന്നായിട്ട് ഉറച്ച് കിട്ടും. നല്ലൊരു മിഠായിയുടെ ആ രൂപത്തിലേക്ക് വരും. അപ്പോൾ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ മതി. ഇനി പെട്ടെന്ന് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ ഇത് ഞാൻ മിഠായി ആയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഞാൻ ഇത് ഫ്രിഡ്ജിലൊന്നുമല്ല വെച്ചത്, പുറത്ത് തന്നെയാണ് വെച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ ദാ നല്ല മിഠായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ. കോൽമിഠായി പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വേറൊരു ഇഷ്ടമാണ്. പിന്നെ ചെറിയ കുട്ടികൾക്കൊന്നും ഇത് മിഠായി അത്ര ടേസ്റ്റ് കിട്ടൂല. കാരണം എരിവും പുളിയും ഒക്കെ ഉള്ളതല്ലേ. കുട്ടികൾക്ക് മധുരമല്ല ഇഷ്ടമുണ്ടാവുക. എന്നാലും ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊക്കെ ശരിക്കും ഈ മിഠായി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഏത് മോൾഡിൽ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ച് വെച്ചാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മിഠായിയാണ്. അപ്പോൾ ഇതുപോലെ മാങ്ങയൊക്കെ കുറേ ഉള്ളവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് ഞാൻ കളർ ചേർക്കാതെ കുറച്ച് മൂപ്പായ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഈ ഒരു ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.